ഇനി നോക്കേണ്ടത് വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതക കേസാണ്. അതിൽ ചുരുളഴിക്കാൻ പോലീസ് നീങ്ങുന്നു. പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ ഉമ്മ ഷെമിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിലെത്തി മൊഴിയെടുക്കും. ഇതോടെ കേസിൽ നിർണായക വിവരം ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. പ്രശാന്ത് ശങ്കരമംഗലത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, പ്രതി ചില കാര്യങ്ങൾ വിശദമാക്കുന്നു. അതേസമയം അത് സാധാരണ മനുഷ്യർക്ക്, മനസാക്ഷിയുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ പോലീസിന് പോലും അത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കുകയാണ്. ഷെമിയുടെ, അതായത് അഫാന്റെ അമ്മയുടെ മൊഴിയെടുത്താൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. കഴിഞ്ഞ ദിവസം ആ സാധു ഉമ്മ ഡോക്ടർമാരോട് പറഞ്ഞത് കട്ടിലിൽ നിന്ന് വീണ് അപകടമുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ മകനെ രക്ഷിക്കാനുള്ള ശ്രമമായിരിക്കാം. ഒരുപക്ഷെ മകൻ എന്തൊക്കെ വേറെ കാണിച്ചിട്ടുണ്ട് എന്ന കാര്യം ആ ഉമ്മയ്ക്ക് അറിയില്ലായിരിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രശാന്ത്, ഷെമിയുടെ മൊഴി എപ്പോഴാണ് പോലീസ് രേഖപ്പെടുത്തുക? അത് ഈ കേസിൽ എത്രത്തോളം നിർണായകമാകും? വീണ, അതിലേക്ക് വരാം. അതായത് ഈ കേസിന്റെ തുടക്കത്തിൽ മുതൽ ഒരു വലിയ ദുരൂഹതയാണ് ഉണ്ടായത്. അതിൽ നമുക്ക് ഏറ്റവും അതിനകത്ത് ഈ കൊലപാതകങ്ങളെല്ലാം നയിച്ചപ്പോഴും അതിൽ ആ കൊലപാതകത്തിൽ കാമുകിയായിരുന്ന ഫർസാന്റെ കൊലപാതകം എങ്ങനെയാണ് നടത്തിയതെന്ന ഒരു കാര്യം വലിയ ആശങ്കയുണ്ടായത്. കാരണം എന്തിനാണ് അവളെ കൊന്നത് എന്നത്, അതാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തൊരു കണ്ടെത്തൽ കൂടി വന്നിരിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഫർസാനയുടെ മാലയും ഈ അഹാൻ പണയം വെച്ചിരുന്നു എന്നൊരു വിവരമാണ് ഇപ്പോൾ വരുന്നത്. ആ പണയം വെച്ചിട്ട് ഒരു മുക്കുപണ്ടം തിരിച്ച് നൽകുകയും ചെയ്തു. ഇവൾ ഈ പണയം പണയം വെച്ച മാലയെക്കുറിച്ച് പലതവണ ചോദിച്ചിരുന്നു. ആ ചോദിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു മുക്കുപണ്ടം നൽകിയെന്നടക്കമുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. ആ ഒരു കാരണം കൂടിയാകാം ഈ കാമുകിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നിഗമനം. ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും ശേഖരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ദുരൂഹത ഇങ്ങനെ തുടരുന്നത്. കേസിന്റെ തുടക്കം മുതൽ ഉണ്ടായിരുന്ന ദുരൂഹതകൾ ഇപ്പോഴും അഴിക്കാൻ വയ്യാത്ത കുരുക്കായി അത് മുറുകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കടങ്ങളുടെ അടക്കമുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അത് അമ്മയുടെ മൊഴിയെടുപ്പ് കൂടി നടക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, സംഭവിച്ചതിനെ കുറിച്ച് അറിയണമെങ്കിലും അമ്മയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശദമായൊരു മൊഴി രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഈ അമ്മയുടെ മൊഴിയെടുപ്പിലേക്ക് പോലീസ് തിരിയുന്നത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിലൊരു സംഘം ഇന്ന് മൊഴിയെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ കൂട്ടക്കൊലയ്ക്ക് കാരണം കടബാധ്യത എന്ന് നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ കാമുകിയുടെ മാലയടക്കം പണയം വെച്ചിരുന്നു എന്നൊരു വിവരം കൂടി പോലീസിന് ലഭിക്കുന്നത്. മാത്രമല്ല, ഇനി നേരത്തെ ഈ അഹാനെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കടം ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. എന്നാൽ അതൊരു മുഖവിലക്കെടുക്കുവാൻ പോലീസ് ഇതുവരെ തയ്യാറാകുന്നതുമില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഈ കടം ആയി ബന്ധപ്പെട്ട എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിലോ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള എന്താണ് സംഭവിച്ചതെന്ന് ഇതിനു മുമ്പ് ഈ മറ്റു സ്ഥലങ്ങളിൽ പോയി കൊലപാതകം നടക്കുന്നതിനെല്ലാം മുമ്പ് രാവിലെ എന്താണ് അവിടെ സംഭവിച്ചതെന്നും അമ്മയോട് തർക്കമുണ്ടാകാനുള്ള കാരണം എന്താണെന്നും പിന്നീട് അതിലൂടെ അമ്മയെ മർദ്ദിക്കുന്നതിലേക്ക് ചെന്നെത്താനുള്ള കാരണം എന്താണെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ആ വ്യക്തത വരണമെങ്കിൽ അത് കൂടുതലായിട്ട് ഈ ഉമ്മയെ തന്നെ ചോദ്യം ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അതിനുള്ള നീക്കങ്ങൾ കൂടി ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഉമ്മയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസവും ചോദ്യം ചെയ്യൽ ഈ മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ട് ചെന്നത് പോലീസ്. തുടർ മൊഴിയെടുക്കുന്ന നിലയിലാണ് ഇനിയും ഇത്തരത്തിൽ പോലീസ് നീങ്ങുന്നത്. കൂടുതൽ വിവരങ്ങൾ വിശദാംശങ്ങളൊക്കെ ചോദിച്ചറിയേണ്ടിയിരിക്കുന്നു. അത് ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നേരത്തെ തന്നെ നമുക്കറിയാം, പിതാവ് ഇതുമായി ബന്ധപ്പെട്ടത് ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ മകനോട് വീട്ടാനോ അല്ലെങ്കിൽ മകനിത് വീട്ടണമെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒന്നും പിതാവ് പറഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ പിന്നെന്തുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നയിച്ചതു എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നത്. കൊലപാതകം നടന്നത് മുതൽ തന്നെ പോലീസിനെ കുഴയ്ക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഈ 3 സ്ഥലങ്ങളിലായി നടക്കുന്ന 5 കൊലപാതകങ്ങൾ അതിലേക്കും കണക്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം പോലീസിന് നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് കൂടുതൽ വിശദാംശങ്ങളായിട്ട് ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദാംശം ലഭിക്കണമെങ്കിൽ അത് ഈ ചികിത്സയിൽ കഴിയുന്ന ഉമ്മയിൽ നിന്ന് മാത്രമാണ്. അതിന് മുൻപ് നടന്ന കാര്യങ്ങളടക്കം, അതായത് ഈ സംഭവത്തിന് മുമ്പ്
മുമ്പ് നടന്ന കാര്യങ്ങളടക്കം വിശദമായ രീതിയിലൊരു ഒരു വിവരം ലഭിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു പുരോഗതി എന്ന നിലയിൽ നമുക്ക് പറയാം ഈ കേസിന്റെ ഒരു മുന്നോട്ട് പോക്ക് അല്ലെങ്കിൽ ഒരു പുരോഗതിയിലേക്ക് എത്തുവാൻ പോലീസിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം മൊഴിയെടുക്കാനായിട്ട് പോലീസ് മൊഴിയെടുക്കാൻ ഒരുങ്ങുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള കുറച്ച് വിശദാംശങ്ങൾ കൂടി പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാഥമികമായി ഈ അഹാന്റെ വാക്കുകളൊന്നും മുഖവിലക്കെടുക്കുവാൻ തയ്യാറാകുന്നില്ല. എന്നാൽ അഹാന്റെ നില ഇപ്പോഴും തൃപ്തികരമാണ്. അതുകൊണ്ട് തന്നെ അയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുള്ള നടപടിക്രമങ്ങൾ കൂടി ഇപ്പോൾ ഈ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം കസ്റ്റഡിയിലെടുക്കുന്ന നിലയിലേക്കെല്ലാം പോലീസ് നീങ്ങുന്നുണ്ട്. കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് കസ്റ്റഡിയിൽ വാങ്ങിക്കാനടക്കമുള്ള കാര്യങ്ങൾ ഇനി പോലീസ് നീങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് ഈ സംഭവ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആ തെളിവെടുപ്പും നടത്തുന്നതിനുള്ള തീരുമാനങ്ങളിലേക്കെല്ലാമാണ് പോലീസ് നീങ്ങുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ഈ കൊലപാതകം എന്ന് പറയുന്നത്. വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുകയും കൂടി ചെയ്തതോടുകൂടി വലിയ വെല്ലുവിളിയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് ഉണ്ടാക്കി തീർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ പരമാവധി തെളിവുകൾ ശേഖരിക്കണം. അതോടൊപ്പം തന്നെ മറ്റ് ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശേഖരിക്കുക എന്നുള്ളൊരു നീക്കങ്ങളും പോലീസ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ ആഹാര ചോദ്യം ചെയ്തുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ഈ ചോദ്യം ചെയ്യൽ ലഭിക്കുകയും തെളിവെടുപ്പുകളടക്കം നടക്കുകയും വേണം. അതോടൊപ്പം തന്നെയാണ് ഉമ്മയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന നിർണായക മൊഴി. ആ മൊഴി കൂടി എടുത്തുകൊണ്ടായിരിക്കും പോലീസ് നീങ്ങുന്നത്. ശരി പ്രശാന്ത്. രോഹിണി, എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് നമ്മൾ ചെന്താമരയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് കേട്ടപ്പോഴാണ് അത് വളരെ അസാധാരണം എന്ന് നമുക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഈ അഫാന്റെ മാനസിക നിലയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നമുക്കെന്നല്ല, പോലീസുകാർക്ക് പോലും ഒന്ന് ഉൾക്കൊള്ളാം. എത്രയോ കേസുകൾ കാണുന്നവരാണ്, പക്ഷേ അവർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഏതായാലും ഈ 5 കൊലപാതകങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരാൾ ആശുപത്രിയിലുമാണ്. അത് ചെയ്തത് അഫാനാണ്. അഫാൻ ഇതിലുള്ള പങ്ക് പോലീസ് തള്ളിക്കളയുന്നുമില്ല. അതേസമയം 25 കിലോമീറ്റർ സഞ്ചരിച്ച്, സ്വന്തം ബൈക്കിൽ സഞ്ചരിച്ച് എങ്ങനെ ഈ കൊലപാതകങ്ങൾ ഈ കുറഞ്ഞ മണിക്കൂറിനുള്ളിൽ നടത്താൻ കഴിഞ്ഞു എന്ന് പറയുന്ന ആ ഒരു മാനസികാവസ്ഥ. എന്നിട്ട് അത് പോലീസ് സ്റ്റേഷനിൽ വന്ന് കുളിച്ച് വേറെ വസ്ത്രം മാറി പോലീസ് സ്റ്റേഷനിൽ വന്ന് ഈ വിവരം തുടർന്ന് അങ്ങോട്ടും യാതൊരു പതർച്ചയും ഇല്ലാതെ തന്നെ അഫാൻ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. 23 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ, ജീവിതം എത്ര മുന്നിൽ കിടക്കുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണ്? പക്ഷെ എന്തായാലും ഇന്ന് ഉമ്മ ഷെമിയുടെ മൊഴിയായിരിക്കും ഏറെ നിർണായകം. കാരണം ഈ കേസിലെ ഏക ദൃക്സാക്ഷി ഷെമി മാത്രമാണ്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഒരു പക്ഷേ ഷെമിക്ക് മാത്രമായിരിക്കും പറയാൻ സാധിക്കുക.